ഒരിക്കൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവനെ കണ്ടുമുട്ടി. ആ സമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ കയ്യിൽ, വലത്തെ കയ്യിൽ തേനുണ്ട്, മറുകൈയിൽ വെണ്ണീറുമുണ്ട്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അല്ല ഇതെന്താണ് ഒരു കയ്യിൽ തേനും മറുകൈയിൽ വെണ്ണീറുമായി നടക്കുന്നത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ ശപിക്കപ്പെട്ട ശൈത്വാൻ ഇബ്ലീസ് മറുപടി പറയാൻ, തേനുണ്ടല്ലോ, ആ തേന് ഞാൻ ഗീബത്ത് പറയുന്ന ആളുകളുടെ ചുണ്ടിൽ പുരട്ടിക്കൊടുക്കും. അപ്പൊ ചോദിച്ചു, വെണ്ണീർ എന്തിനാ? വെണ്ണീർ ഞാൻ യതീമിന്റെ മുഖത്ത് പുരട്ടും ചെയ്യും. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുക, അവരൊക്കെ മോശപ്പെട്ട രൂപത്തിലാകുമ്പോ ജനങ്ങളെല്ലാവും അവർക്ക് ഗുണം ചെയ്തു കൊടുക്കില്ലല്ലോ. അതെന്താണ്? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, ഗീബത്ത് പറയുക എന്നുള്ളത്, മറ്റുള്ളവരെ കുറിച്ച് മോശം പറയുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന ഒരു സംഭവമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്ന ഒരു സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഓ മുഅ്മിനീങ്ങളെ, ഊഹാപോഹങ്ങളിൽ മിക്കതും നിങ്ങൾ ഉപേക്ഷിക്കുക. കാരണം എന്താ? അത് തീർച്ചയായിട്ടും അതിൽ ചിലതൊക്കെ കുറ്റങ്ങളാകുന്നു. നിങ്ങൾ ചാരവൃത്തി ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചിലവരെ കുറിച്ച് ഗീബത്ത് പറയുകയോ മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറയുകയോ ചെയ്യാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു പറയാൻ, മരിച്ചു കിടക്കുന്ന ഒരാളുടെ മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. നിങ്ങൾ വെറുക്കൂലേ? നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു, ആ മരിച്ച വ്യക്തിയുടെ ഇറച്ചി ഭക്ഷിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു ചോദിക്കുക. ഇല്ല, അത് നിങ്ങൾ വെറുക്കൂലേ? നിങ്ങൾ അല്ലാഹു തഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ ഈ വിഷയത്തിൽ.